കോൺഗ്രസിലെ ആ യുവ നേതൃനിരയെ ഭയപ്പെടുന്ന രണ്ട് കൂട്ടരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ആ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന നാണംകെട്ട കേക്കച്ചനും സംഘവുമാണ്. അദ്ദേഹം കോൺഗ്രസിലെ ആ യുവ നിരയെ പേടിക്കുന്നു. കാരണം ഇവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ, പാരമ്പര്യം പരിശോധിച്ചാൽ മിടുക്കരായ യുവനിരയാണ് ഈ കടൽക്കിഴവന്മാർക്ക് ടെട്ടിൻ്റെ പണി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കന്മാർ ഇന്നും ഈ യുവ നേതാക്കളെ ഭീതിയോടെ മാത്രമേ നോക്കിക്കണ്ടിട്ടുള്ളൂ. മറ്റൊരു കൂട്ടർ ഇടതുപക്ഷവും BJPയുമാണ്. കേരളത്തിലെ ഒരൊറ്റ പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ മികവുറ്റ കഴിവുറ്റ ഒരു യുവ നിര കോൺഗ്രസിനുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ പാർട്ടിക്ക് അതിൻ്റെ വിലയറിയില്ല, അവരെ ഉപയോഗിക്കുന്നില്ല, അവരെ വളർന്നു വരുവാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വി ഡി സതീശൻ എന്ന ആ കുഴിപ്പുളവൻ്റെ സഹായത്തോടെയും അനുമതിയോടും കൂടിയാണ് കോൺഗ്രസിലെ മിടുക്കന്മാരായ യുവ നേതാക്കളെ വെട്ടിനിർത്തുവാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, രാഹുലിനെതിരെ വി ഡി സതീശനാണ് സകല ആസൂത്രണവും ഈ കഴിഞ്ഞ 42 ദിവസമുള്ള സകല ക്യാമ്പയിനും പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം വെറും ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഇദ്ദേഹം നടപടിയെടുത്തു. ഇതിനെതിരെ പരാതിക്കാരില്ല, തെളിവുകളില്ല, FIR ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും സകലരും പത്തിമടക്കിയിട്ടും ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന നാണം കെട്ടവൻ ഇപ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നില്ല. രാഹുലിന്റെ വിഷയം കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ട് ആറി എന്ന് കണ്ടപ്പോൾ ഇതാ ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിപ്പിച്ചിരിക്കുന്നു. ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിപ്പിച്ചത് മറ്റാരെയും കൊണ്ടായിരുന്നില്ല, പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കൊണ്ട്. വളരെ മ്ലേച്ഛകരമായ ആരോപണങ്ങൾ ഇദ്ദേഹം നടത്തി. ആ ആരോപണങ്ങൾ മാധ്യമങ്ങളെല്ലാം എടുത്ത് ആഘോഷിച്ചു. പ്രത്യേകിച്ച് ഷാഫിയെ പോലെയൊക്കെയുള്ള യുവ നേതാക്കന്മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് വലിയ ചർച്ചാ വിഷയമാകും, മാധ്യമ ജനശ്രദ്ധ നേടുകയും ചെയ്യും. ആ കാര്യത്തിൽ അവർ വിജയിച്ചു. ഷാഫിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഷാഫിയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അതിനെതിരെ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വമോ ഈ KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന ആ മരവാഴയെ ഒന്നും അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം പോലും നടത്തിയില്ല. എന്നാൽ ഇന്ന് ഷാഫിക്കെതിരെ CPM ജില്ലാ സെക്രട്ടറി നടത്തിയ ആ പരാമർശത്തിനെതിരെ പാലക്കാട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു പരാതി കൊടുക്കുകയുണ്ടായി. ഈ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങളുടെ വായിൽ കോലിട്ടിളക്കിയാൽ ഇതിലും ശക്തമായ തെളിവുകളുമായി ഞങ്ങൾ വരും എന്നൊക്കെയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം നിന്ന് പറഞ്ഞത്. എന്നാൽ ആ വെല്ലുവിളി സ്വീകരിച്ച് ഈ കോൺഗ്രസ് നേതൃത്വം പാലക്കാട്ടെ ആ പ്രാദേശിക നേതാക്കന്മാർ ആ വെല്ലുവിളി സ്വീകരിക്കുകയും അവർ പറഞ്ഞു, ഞങ്ങൾ കോലല്ലിട്ട് ഇളക്കുന്നത് അതിലും വലിയ കട്ടപ്പാരയിട്ട് നിന്റെയൊക്കെ വായിൽ ഇളക്കാം, അതല്ല അതിലും വലിയ മാരകായുധം ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം, തെളിവ് കൊണ്ടുവാടാ എന്നാണ് അവർ പച്ചയ്ക്ക് വെല്ലുവിളിച്ചത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു പാലക്കാടിൻ്റെ 13 വർഷക്കാല MLA ആയിരുന്ന ഇപ്പോഴത്തെ വടകര MPക്കെതിരെ വളരെ മോശമായ പദപ്രയോഗമാണ് നടത്തിയത്. അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ പറയാതെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇന്ന് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതിനെതിരെ ഞങ്ങൾ രേഖാമൂലം SP നേരിൽ കണ്ട് പരാതി ബോധ്യപ്പെടുത്തിയിരിക്കണം. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം. സുരേഷ് ബാബു എന്ന് പറഞ്ഞത് ഈ വിഷയത്തിൽ പരാതി നൽകുക അങ്ങനെയൊക്കെയാണെങ്കിൽ അത് കളിക്കുന്ന ഭയങ്കര പ്രശ്നമാണ്, താൻ അതിന് തെളിവ് ഹാജരാക്കുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോലിട്ട് കുത്തിയാൽ പ്രത്യാഘാതം ഉണ്ടാവും എന്നാണ് അദ്ദേഹം, അങ്ങനെ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞങ്ങൾ ഇന്നലെ തന്നെ കടപ്പാറിട്ട് കുത്തി പാലക്കാട് നഗരം ഉപരോധിച്ചുകൊണ്ട് 1 മണിക്കൂറോളം നഗരം സ്തംഭിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെളിവ് ഇന്ന് കണ്ടില്ല. ഇനി അദ്ദേഹം പറയുന്ന ഏത് മാരകായുധം വേണമെങ്കിൽ ഞങ്ങളിട്ട് കുത്താം, തെളിവ് തരികയാണെങ്കിൽ. ഞങ്ങളുടെ ആവശ്യം അതാണ്. ഷാഫി പറമ്പിൽ MPക്കെതിരെ അദ്ദേഹത്തിൻ്റെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടിട്ടാണ്
ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ SP നേരിൽ കണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കണം. രാവിലെ നൽകിയ പരാതി ഇത്തരത്തിലൊരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്കായിരുന്നു. ഇതിപ്പോൾ കോൺഗ്രസ് എന്ന നിലയ്ക്കാണ് ബ്ലോക്ക് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക്. കാരണം ഈ മണ്ഡലത്തിലെ 13 വർഷക്കാലം MLA ആയിരുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം ജനഹൃദയങ്ങളിലുള്ള, കാരണം അറിയാലോ, പാലക്കാട് നിന്ന് പോയി വടകരയിൽ നിന്നും അദ്ദേഹം 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ലീഡിലാണ് വിജയിച്ചത്. ഈ വിവാദ പ്രസ്താവനയ്ക്ക് അതും ഒരു കാരണമാണ്. കോൺഗ്രസ് ലെറ്റർ പാഡിലാണ് പരാതി നൽകിയത്. അതെ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാഡിലാണ് ഞങ്ങൾ പരാതി നൽകിയത്. ഈ സുരേഷ് ബാബു പറയുന്നത് ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോലിട്ട് കുത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ അതിലൊരു ആശങ്കയുണ്ടോ പ്രവർത്തകർ? ഒരു ആശങ്ക, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞങ്ങൾ ഇന്നലത്തെ സമരം ഞങ്ങൾ ഈ സുരേഷ് ബാബുവിൻ്റെ വിവാദ പ്രസ്താവന വന്ന ഉടനെ ഞങ്ങൾ കടപ്പാറിട്ട് കുത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം പറയുന്ന ഏത് മാരകായുധമാണെങ്കിൽ ഞങ്ങൾ ഇട്ട് കുത്താൻ തയ്യാറാണ്. അദ്ദേഹം തെളിവ് സഹിതം ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് നേരിടാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് മുമ്പും അത് മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ ഞങ്ങളുടെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ഞങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ടാവുമല്ലോ ഷാഫിക്കുണ്ടായാൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഇതിനു മുമ്പ് അദ്ദേഹം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടി വിവാദം കൊണ്ടുവന്ന അദ്ദേഹമാണ്. അതിനൊരു തെളിവ് ഈ സമയം വരെ കണ്ടില്ല. മാസം 9 കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നിലയ്ക്ക് എനിക്കെതിരെ അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് BJP സ്ഥാനാർത്ഥിയിൽ നിന്നും വൻ തുക കൈപ്പറ്റി സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു. അതും അത് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. വാക്ക് പാലിക്കണം, തെളിവ് സഹിതം പുറത്തുവിടാമെന്ന് പറഞ്ഞല്ലേ, ആ വാക്ക് നിങ്ങൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ന് ഇതേപോലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനൊന്നും മറുപടി കാണുന്നില്ല. വെറുതെ ഒരു അനാവശ്യ വിവാദം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അറിവോട് കൂടിയാണോ എന്നുള്ളതും കൂടി ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. കാരണം ഇത് സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലാ കമ്മിറ്റിക്കും ഇതുപോലെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. AK ബാലൻ തള്ളി പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ NN കൃഷ്ണദാസിനോട് ഇന്നത്തെ ഒരു ബൈറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പരിപ്പിൻ്റെ വില വയ്ക്കുമ്പോൾ പയറിൻ്റെ വില പറയണത്. അപ്പോൾ എന്താ കാരണം എന്ന് അറിയില്ല, അത് അവരോട് ചോദിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.